പുസ്തകങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ജീവിതം എങ്ങനെയാണ് സാഹിത്യത്തെ അനുകരിക്കുന്നതെന്നും സാഹിത്യം എങ്ങനെയാണ് ജീവിതത്തെ പ്രതിനിധാനം ചെയ്യുന്നതെന്നും അനുകരിക്കുന്നു എന്നുള്ള വാക്കിനേക്കാൾ കുറച്ചുകൂടെ ശക്തി കൊടുക്കുന്നത് പ്രതിനിധാനം ചെയ്യുക എന്നതാണ്. അപ്പൊ സാഹിത്യം എങ്ങനെയാണ് ജീവിതത്തെ പ്രതിനിധാനം ചെയ്യുന്നത്, ജീവിതം എങ്ങനെയാണ് സാഹിത്യത്തെ പ്രതിനിധാനം ചെയ്യുന്നത് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. കാരണം അതിലെ ഓരോ കഥാപാത്രങ്ങളും നിത്യജീവിതത്തിൽ ഉള്ളവരാണ്. ഈ ജീവിതത്തിലുള്ളവരാണ് നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളായ നമ്മൾ കാണുന്ന ആളുകളെയാണ് നമ്മൾ കഥാപാത്രങ്ങളായി കണ്ടുവരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ആ ഒരു ഭ്രാന്തനെ ഞാൻ കഥാപാത്രമാക്കിയപ്പോൾ ആ ഭ്രാന്തനെ നമ്മൾ എല്ലാവരും കാണുന്നു. പക്ഷെ ഞാൻ കണ്ട ഭ്രാന്തൻ എൻ്റെത് മാത്രമായ ഒരു ഭ്രാന്തനായി നിൽക്കുകയാണ്. കാരണം അത്തരൊരു ഭ്രാന്തനെ ചിലപ്പോൾ ആരും കണ്ടു കാണുകയില്ല. ആ ഭ്രാന്തനെ ഞാൻ എൻ്റെ ആ മുമ്പേ പറക്കുന്ന പക്ഷികൾ എന്ന കഥയിൽ ആവിഷ്കരിക്കുമ്പോൾ അയാളുടെ ജീവിതം, അയാളുടെ അനുഭവങ്ങൾ, അയാളുടെ സത്യസന്ധത, അയാൾ അവിടെ വന്നിരിക്കാനുണ്ടായ സാഹചര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഭാവനയിൽ നിന്നാണ് കൊണ്ടുവന്നത്. കാരണം ഞാൻ ഒരിക്കലും ആ മനുഷ്യനെ കണ്ടതേ ഉള്ളൂ, അയാളോട് സംസാരിച്ചത് ഒന്നുമില്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ടത് ചെയ്തു? അനേകം ഭ്രാന്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടാവാം. ആ ഒരു മനുഷ്യന്റെ ജീവിതം എൻ്റെ മനസ്സിനകത്ത് എന്നോ വീണ് കിട്ടിയ ഒരനുഭവമായിട്ട് ഉൾച്ചേരുകയും അത് ഞാൻ അതേ അനുഭവത്തിന്റെ തലത്തിൽ തന്നെ കൊണ്ടുവരികയും ചെയ്തു. അതാണ് സാഹിത്യം ജീവിതത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് പറയാൻ കാരണം. എന്നാൽ ജീവിതം സാഹിത്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ചേരുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ മോരും വെള്ളവും എടുത്താൽ വെള്ളമാണോ ആദ്യം മോരിൽ ഒഴിച്ചതെന്ന് ചോദിച്ചാൽ ശരിയാ, മോരാണോ വെള്ളത്തിൽ ഒഴിച്ചതെന്ന് ചോദിച്ചാലും ശരിയാ. രണ്ടും കൂടെ ചേരുമ്പോഴാണ് മോരും വെള്ളവും ആകുന്നത്. അതാണ് യഥാർത്ഥ സൃഷ്ടി. ആ സൃഷ്ടിയാണ് നമ്മൾ ഉത്തമ സൃഷ്ടി എന്ന പേരിൽ പറയപ്പെടുന്നത്.